അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞത് നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല പച്ച പിടിച്ച് കിടക്കണ ഇതാണ്. അപ്പം നമ്മളിന്ന് ബാക്കിലോട്ട് എപ്പോഴും മഴ ആയ കാരണം നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ കഴിയണില്ല. അപ്പോൾ എപ്പോഴും നമ്മളവിടെ ഗേറ്റ് അടച്ച് വെക്കലാണ്, നമ്മൾ ഇങ്ങോട്ടൊന്നും വരലില്ല ബാക്കിലേക്ക്. അപ്പോൾ നമുക്ക് പിന്നെ മഴ ആയ കാരണമാണ് അപ്പം ഒന്നാമത് ലേറ്റ് ആവാൻ കാരണം. കണ്ടില്ലേ, നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ പച്ച പിടിച്ച് നല്ല ആസ്വദിക്കാൻ പറ്റിയ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ വൈകുന്നേരം സമയം നമുക്ക് വന്നിട്ട് നമുക്ക് നടക്കാനൊക്കെ വരാനും. പിന്നെ കണ്ടില്ലേ നല്ല പച്ച പിടിച്ചിട്ട് കിടക്കണ കണ്ടില്ലേ, എന്തോ ഒരു നല്ല ഭംഗി കാണാൻ. ഇപ്പം നമ്മളെ നേരെ ബാക്കിലാണ് നമ്മളെ മദ്രസ എന്ന് പറയുന്നത്. അത്രക്കും നല്ല ബാക്കിലാണ് നമ്മളെ മദ്രസ. ഇത് നമ്മളെ നേരെ ബാക്ക് സൈഡാണ്. മുൻഭാഗം അങ്ങോട്ട് റോഡും ബാക്ക് സൈഡ് ഇങ്ങോട്ട് ഇങ്ങനെ നേരെ ബാക്കിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി നല്ല പച്ച പിടിച്ച് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ എപ്പോഴും വരാറുണ്ട്. നേരെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നേരെ ബാക്ക് സൈഡാണ് വീടിൻ്റെ കാണുന്നത്. പിന്നെ മയിലുകളൊക്കെ എപ്പോഴും ഇവിടെ ഒരുപാട് മയിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് പറഞ്ഞാൽ ഒരു 20-30 മയിലൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ അങ്ങനെ വന്ന് നിൽക്കും. ഇപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ മയിലുകൾ ഉണ്ടായിരുന്നു. കണ്ടോ, മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഇവിടുന്ന് എൻ്റെ ശബ്ദം കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് പോയി. അതിൻ്റെ നേരെ നമ്മളെ വീടിൻ്റെ നേരെ ബാക്കിലുള്ള മദ്രസയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ജസ്റ്റ് നമുക്ക് മദ്രസ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസയാണ്. പിന്നെ 1 മുതൽ 4 വരെ 3 വരെ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ അവിടെ ഒരു മദ്രസ ഉണ്ട്, ഇവിടെ ഒരു മദ്രസ, അങ്ങനെ 3 മദ്രസ ഉണ്ട് നമ്മളെ മദ്രസിൻ്റെ കീഴിൽ. അപ്പോൾ പിന്നെ നമ്മളെ മദ്രസൊക്കെ വരണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ വന്നാൽ മതി. അത്ര എടുത്താണ് നമ്മളെ മദ്രസ. കണ്ടില്ലേ, നല്ല ഇവിടെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കുറേ സമയം നമുക്ക് ചിലവാക്കാം. അത്ര ഉണ്ട്. കാരണം ലോക്ക്ഡൗൺ സമയത്തൊക്കെ എല്ലാവരും ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് താഴത്തേക്കൊക്കെ പാടങ്ങളും നല്ല പച്ചപിടിച്ച ഗ്രൗണ്ടും ഒക്കെയാണ്. പിന്നെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് സമയം, എല്ലാവരും വീട്ടിലിരുന്ന് ഒരുപാട് സമയം മുഷിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടാണ്. കണ്ടില്ലേ, ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ തൊടുകാപ്പ് ഇക്കോ ടൂറിസ്റ്റ് പോയേക്കാട്ടിലും കൂടുതൽ സമയമുണ്ട് ഇവിടെ. നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാം. അത്രയും സമയം ചിലവഴിക്കാൻ നല്ല സ്ഥലമാണ്. ഇനി അങ്ങോട്ട് ബാക്കിലേക്ക് വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ മദ്രസിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മദ്രസ എന്ന് പറഞ്ഞാൽ അടുത്താണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് പോവുകയൊക്കെ ചെയ്യാം. മയിൽ ഇന്നെ കണ്ടപ്പോൾ രക്ഷപ്പെട്ടു മയിൽ 2 മയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവരെൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഗേറ്റൊന്ന് തുറക്കണ ശബ്ദം കേട്ടപ്പോൾ അവർ പാറിപ്പോയി. എന്നാലും എപ്പോഴും വരും. നമുക്ക് ഇനി വരുമ്പോൾ നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ഇവിടേക്കൊക്കെ നല്ല വ്യൂ ആണ്. ഇനി മെയിലുകൾ വരുമ്പോൾ നമുക്ക് ഇനി എടുക്കാം. മെയിലിനെ നമുക്ക് എടുക്കണം. പിന്നെ ഞാൻ വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് മെയിലിനെയാണ്. പക്ഷെ എപ്പോഴും വരും. അവരെ ഭക്ഷണമൊക്കെ തേടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് ബാക്കിൽ നമ്മളെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാനും, പിന്നെ എന്തെങ്കിലും അതാ മയിൽ വന്നു, മയിലുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ഉണ്ടോ, അവർ ഭക്ഷണം അതിൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ അവർ കഴിക്കുകയാണ്.
അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അവർ. കണ്ടില്ലേ? ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നാടിൻ്റെ നേരെ ബേക്കിലാണ് ഉള്ളത്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയേക്കാം. പക്ഷേ എൻ്റെ ശബ്ദം കേട്ട പാറിപ്പോകുന്നൊന്നും അറിയില്ല. കണ്ടില്ല? ഇത്രയും നല്ല സെറ്റ് സ്ഥലമാണ് നമ്മളെ വീടിൻ്റെ ബാക്ക്. നമ്മളെ വീട് ഇവിടുന്ന് അതാ നമ്മളെ വീട് കാണുന്നുണ്ട്, ഒരു വെയിറ്റ് കാണുന്നുണ്ട് അല്ലേ നമ്മളെ അതിൻ്റെ ആ സ്ഥലത്ത്. പിന്നെ മെയിൽ അവർ നോക്കട്ടെ, അവർ എന്തൊക്കെ കഴിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പുല്ലാണ്. എനിക്കിതിൻ്റെ മേലെ കയറാൻ വയ്യത് മതിലാവുകൊണ്ട്. മതിലാണ്, മതിൽ ചാടിയിട്ട് വേണം. ഇവിടെയൊക്കെ മതിൽ ഫുള്ളൊക്കെ മതിൽ കെട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് ചാടാനൊന്നും പറ്റൂല. പറ്റാൻ നമുക്ക് കാണുന്നുണ്ടോ എന്ന് പറയാൻ പറ്റൂല. ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ നല്ല പച്ച പിടിച്ച പുല്ല് മേൽഭാഗം വരെ കിടക്കുകയല്ലേ, അത് കാരണം വല്ലാതെ. പിന്നെ നമ്മളൊന്ന് വെച്ചിട്ട് അവർ പാറിപ്പോവും. അപ്പം നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം പുല്ല് ഒരുപാട് വളർന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നേരെ കാണുന്നില്ല. നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ വരുന്നുണ്ട്. നമുക്കൊന്നവർ പാറിച്ച് നോക്കാം, എന്നാൽ അതിൽ കിട്ടുമെങ്കിൽ. പുല്ല് ഒരുപാടായ കാരണേ നമുക്ക് കിട്ടണില്ല. നമുക്ക് പോലെ ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നിട്ടൊന്ന് പാറിച്ച് നോക്കിയിട്ട് നമുക്ക് എടുത്ത് നോക്കട്ടെ ഞാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.